നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം. നെഞ്ചുവേദനയുമായി വന്ന രോഗിയെ കൂടുതൽ സമയം ക്യൂവിൽ നിർത്തിച്ചുവെന്ന് മരിച്ച രാജേഷിന്റെ ഭാര്യ സഹോദരൻ ജയമോഹൻ രാജ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നുവെങ്കിൽ രാജേഷിന്റെ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും ജയമോഹൻ രാജ് ജനം ടിവിയോട് പ്രതികരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഇന്നലെ രാത്രി വൈകിയാണ് രാജേഷ് എന്ന് പറയുന്ന 40 വയസ്സുകാരൻ മരിച്ചത്. ആശുപത്രി അധികൃതരുടെ വീഴ്ചയാണ് മരണത്തിന് പിന്നിലെന്നുള്ളതാണ് ബന്ധുക്കളടക്കമുള്ളവർ പറയുന്നത്. ചില CCTV ദൃശ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതും അത്തരത്തിലാണ്. കാരണം നെഞ്ചുവേദനയുമായി ആശുപത്രിയിലെത്തിയ ഒരു സാധാരണക്കാരനെ സമയം മാറ്റി നിർത്തി ക്യൂ നിൽക്കാൻ പറഞ്ഞു, വൈകിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടൊരു നടപടിയായിരുന്നു ഇന്നലെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നാലും അദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കമുള്ളവർ ഇപ്പോൾ ജനം TVക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇന്നലെ ആശുപത്രിയിൽ വൈകുന്നേരം സംഭവിച്ചത്? ഇല്ല, ഒരു 5:30-6 മണിക്ക് അവിടെ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നെഞ്ചുവേദനയായിട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. നെഞ്ചുവേദന, പ്രഷറോ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു പയ്യനാണ്. 53 വയസ്സായതാണ്. അപ്പോൾ ഇതുവരെയും പിന്നെ മദ്യപാനോ മറ്റു കാര്യങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പയ്യനുമാണ്. കുടുംബകാര്യം മാത്രം കാര്യങ്ങൾ നോക്കി പോകുന്ന പയ്യനാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന കൊണ്ടുവന്നു. കലശലായ വേദനയായിരുന്നു. അപ്പോൾ അവൻ നല്ല ആരോഗ്യമുള്ള പയ്യനായതുകൊണ്ട് അതിൽ പിടിച്ചു നിന്ന് അങ്ങനെ പോയി. കൊണ്ടുവന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം ഓടി. പിന്നെ ECG എടുത്തു. ECGയുടെ ഭാഗത്തും പെട്ടെന്ന് ശരിക്കും ഡിലേ ഉണ്ടായി. ആശുപത്രിയിൽ തന്നെ അത് ഡോക്ടർ ഉടനെ തന്നെ ECG കിട്ടിയ ഉടനെ റെഫർ ചെയ്ത് ആംബുലൻസ് പിടിച്ചു. ആംബുലൻസിന് പൈസ അടച്ചു. ആംബുലൻസ് വന്നപ്പോൾ ആൾ മരിച്ചു. ഭാര്യ ആ സമയത്ത് വന്നു. ഭാര്യയെ കെട്ടിപ്പിടിച്ച് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു സ്റ്റൂളിൽ ഇരുത്തി. അപ്പോൾ തന്നെ കുഴഞ്ഞ് വീണു, മരണം സംഭവിച്ചു. 1 മണിക്കൂറിൻ്റെ വ്യത്യാസങ്ങളെ ഉള്ളായിരുന്നുള്ളൂ. സമയത്തൊരു കാലതാമസം ഉണ്ടായത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. സെക്യൂരിറ്റി പല രീതിയിലും വീഴ്ച വരുത്തി അങ്ങോട്ട് തടഞ്ഞു. ആളുകൾ നമ്മളെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടറെ പെട്ടെന്ന് കാണിക്കാനുള്ള ഒരു സംവിധാനം സെക്യൂരിറ്റിയുടെ ഭാഗത്തുണ്ടായില്ല. കൊണ്ടുപോകുന്നതിൽ വീഴ്ച തടയുകയും ചെയ്തു. അപ്പോൾ ഡോക്ടറെ കണ്ടിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ECG എടുത്ത് കൊണ്ടുവന്ന് ഡോക്ടറെ കണ്ടപ്പോൾ നെയ്യാറ്റിൻകരയിലെ ചികിത്സാപ്പിഴവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബം അതിരൂക്ഷമായ വിമർശനം നടത്തുകയായിരുന്നു.